ജനുവരി 23 വെള്ളിയാഴ്ച നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തും. അതായത് പറഞ്ഞ വാക്ക് പാലിക്കാനായി മോദി തലസ്ഥാനത്തേക്ക് വരികയാണ്. തിരുവനന്തപുരത്തെ BJP മേയറെ ജനങ്ങൾ അല്ലെങ്കിൽ BJPക്ക് ഒരു മേയറെ ജനങ്ങൾ തന്നാൽ തീർച്ചയായിട്ടും ഞാൻ തലസ്ഥാനത്തെത്തും, തലസ്ഥാനത്തെത്തിയതിനു ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയും എന്നാണ് നരേന്ദ്രമോദി, അല്ലെങ്കിൽ തലസ്ഥാനത്തെ വികസനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയും എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. മോദിയുടെ വരവിനായി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് വന്ന ഒരു വാർത്ത, അതായത് ഈ മോദി വരുന്നതിന് മുൻപ് തന്നെ, മോദി കേരളത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ തലസ്ഥാനത്തെത്തുമ്പോൾ മോദിയുടെ ഈ എവിടെയാണ് വേദി, എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് പ്രധാനമന്ത്രി വരുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇത് ലോകം മുഴുവൻ ശ്രദ്ധിച്ചിരിക്കുകയാണ്. മോദി പോകുന്നതും സംസാരിക്കുന്നതും ഒക്കെ. സ്വാഭാവികമായി മോദി കേരളത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാകുന്നത് ഭരിക്കുന്ന പാർട്ടിയായ CPM-നാണ്. കാരണം തിരുവനന്തപുരത്ത് അവരുടെ കഴിവുകേട് കൊണ്ട് തലസ്ഥാനം അല്ലെങ്കിൽ കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് കിട്ടി. മേയർ എന്ന് പറയുന്ന പക്വത കുറഞ്ഞ, വിവരമില്ലാത്ത, അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളില്ലാത്ത, നിലപാടുകളില്ലാത്ത, കാര്യശേഷിയില്ലാത്ത ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു, ഞങ്ങളാണ് ലോകത്തെ തന്നെ ഏറ്റവും ചെറിയ മേയർക്ക്, സ്ത്രീക്ക് മേയറാകാൻ അവസരം കൊടുത്തതെന്നൊരു വാക്കിന് വേണ്ടി മാത്രം മേയറാക്കിയ ആര്യ രാജേന്ദ്രൻ്റെ കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും ഒക്കെ കൊണ്ടാണ് CPM-ൻ്റെ കയ്യിൽ നിന്ന് തിരുവനന്തപുരം BJPക്ക് കിട്ടിയത്. BJP അത് കൃത്യമായി വിനിയോഗിക്കുന്നുമുണ്ട്. അവിടെ VV രാജേഷ് തുടക്കം മുതൽ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം അതിൽ ഊന്നിയുള്ളത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും അതിനുശേഷം ഈ നരേന്ദ്രമോദി വരുന്നു എന്ന് പറഞ്ഞ ആ സമയത്ത് CPM-ൻ്റെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ നടന്നു എന്നുള്ളതാണ്. അതായത് നരേന്ദ്രമോദിക്ക് വേദി കൊടുക്കാൻ തൽക്കാലം CPM തയ്യാറല്ല എന്നുള്ള തരത്തിലൊക്കെ ചില വാർത്തകൾ വന്നിരുന്നു. അതായത് ആദ്യം സെക്രട്ടേറിയറ്റിൻ്റെ പുറകിലുള്ള സെൻട്രൽ സ്റ്റേഡിയമാണ് ഉദ്ദേശിച്ചത്. പിന്നീട് സെൻട്രൽ സ്റ്റേഡിയം നൽകില്ല എന്ന് പറഞ്ഞു. ചില സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് സെൻട്രൽ സ്റ്റേഡിയം നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പിന്നെ റെയിൽവേയുടെ പരിപാടിക്കായി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ചോദിച്ചു. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കൊടുക്കാൻ കഴിയില്ല. സുരക്ഷാ കാരണങ്ങളാണ് ഇതിനൊക്കെ CPM പറയുന്നത്. ജനുവരി 26 റിപ്പബ്ലിക് ദിനമാണ്. അപ്പോൾ ഇതൊക്കെയും ബന്ധപ്പെട്ട ചില സുരക്ഷാ കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവിടെ സുരക്ഷാ കുറവുണ്ട്, അതുകൊണ്ട് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് BJP ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധത്തിനോ ഇത് വിവാദമാക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും BJP പോയില്ല. BJP ഇതിനെ കൃത്യമായി പ്രതിഷേധം അവർ അറിയിച്ചു. അത് മാന്യമായ രീതിയിൽ അവർ പ്രതിഷേധം അറിയിച്ചു. പക്ഷേ അവർ തിരുവനന്തപുരത്ത് തന്നെ പുത്തരിക്കണ്ട മൈതാനത്തിലേക്ക് ആ പരിപാടി മാറ്റി. അപ്പോൾ മോദി വരുന്നത് തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനത്തിലാണ്. മോദി എവിടെ നിൽക്കുന്നു, എവിടെ വരുന്നു എന്നതിനപ്പുറം മോദി എന്ത് പറയുന്നു എന്നതിലാണ് പ്രസക്തി. മോദി അവിടെ എത്തുമ്പോൾ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് ശബരിമല കൊള്ള, അതാണിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത്. കേന്ദ്രം എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല? കേന്ദ്രം ഈ BJP സർക്കാർ എപ്പോഴും, അല്ലെങ്കിൽ നരേന്ദ്രമോദിയൊക്കെ ഈ ഹിന്ദു ആരാധനാലയങ്ങളോട് കൂടുതൽ പ്രാമുഖ്യം കാണിക്കുന്ന ആളുകളാണ്. മറ്റുള്ള ആരാധനാലയങ്ങളെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. എങ്കിൽ പോലും രാമക്ഷേത്രമൊക്കെ മോദിയുടെ കാലത്ത് അവരുടെ പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ആർട്ടിക്കിൾ 370യും കാശ്മീരിലെ കാര്യവും അയോധ്യയിലെ കാര്യമൊക്കെ അതൊക്കെ അവർ പ്രാവർത്തികമാക്കി. അപ്പോൾ തീർച്ചയായിട്ടും അത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുന്നില്ലേ? ശബരിമലയെ എന്താണ് ഇങ്ങനെ തഴഞ്ഞിട്ടിരിക്കുന്നത്? ശബരിമലയുടെ കാര്യത്തിൽ എന്താണ് കേന്ദ്രം ഒരു ഇടപെടൽ നടത്താത്തത് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തി. ഇതിനിടയ്ക്ക് സുകുമാരൻ നായർ പറഞ്ഞു പമ്പയിൽ തീറ്റക്കണ്ടിയാണ് ഒഴുകുന്നത്, അതിനുവേണ്ടി ഗംഗ ശുദ്ധീകരിച്ച കേന്ദ്രം എന്തുകൊണ്ട് പമ്പ ശുദ്ധീകരിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഉത്തർപ്രദേശിലെ ഗംഗാ നദി ശുദ്ധീകരിച്ചത് യോഗി ആദിത്യനാഥാണ്, അവിടുത്തെ മുഖ്യമന്ത്രിയാണ്. ഇവിടുത്തെ CPM-കാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് സുകുമാരൻ നായർ സമയം കിട്ടുമ്പോൾ CPM-കാരോടൊന്ന് ചോദിച്ചാൽ കൊല. കക്കലും മുക്കലും മാത്രമല്ല, ഇടയ്ക്ക് കുറച്ച് ജനസേവനവും ചെയ്യണമെന്ന് അവരോട് നായരിയേട്ടനൊന്ന് പറഞ്ഞു പഠിപ്പിച്ചാൽ നന്നായിരിക്കും. എന്തായാലും സുകുമാരൻ നായർക്ക് പെരുന്നയിലുള്ളവരെല്ലാം BJP-കാരല്ല എന്ന് സുകുമാരൻ നായർ പറഞ്ഞപ്പോൾ പെരുന്നയിലും BJP-കാരുണ്ട് എന്ന് കൃത്യമായ മറുപടി സുരേന്ദ്രൻ നൽകുകയും ചെയ്തു. BJP-കാരെ കാണുമ്പോൾ എന്തോ ഈ കാക്കത്തീട്ടം കണ്ടതുപോലെയാണ് സുകുമാരൻ നായർക്കെന്നാണ് പല ആരോപണങ്ങളും വരുന്നത്. എന്തായാലും അതങ്ങനെ നിൽക്കട്ടെ, അതൊക്കെ സുകുമാരൻ നായരും BJP തമ്മിലുള്ള പ്രശ്നം. നമ്മളിവിടെ അതല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. നരേന്ദ്രമോദി വരുമ്പോൾ, നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തുമ്പോൾ എന്താണ് മോദിക്ക് പറയാനുള്ളത്? 2026 മോദി മാജിക് കേരളത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ആളുകൾ ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് BJP വരണമെന്ന് ആഗ്രഹിക്കുന്നവരും
അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചത്ര വോട്ട് ശതമാനം ഉയർത്താൻ BJPക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ 14% BJPക്ക് വോട്ടുള്ളൂ. 30% ഉയർത്തണമെന്നാണ് കരുതിയത്. പക്ഷേ പല ഇവിടുത്തെ BJPക്കാരുടെ കയ്യിലിരിപ്പ് കൊണ്ട് പന്തളവും പാലക്കാടും അങ്ങനെ പല മണ്ഡലങ്ങളും അവരുടെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ അവരുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അത്തരത്തിലൊരു നീക്കങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടാകുമ്പോൾ നരേന്ദ്രമോദിയുടെ വരവ് അല്ലെങ്കിൽ മോദി എന്താണ് പറയാൻ പോകുന്നത്, അതാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ മോദിയുടെ പ്രസംഗം അല്ലെങ്കിൽ മോദി പറയുന്നത് എന്താണെന്ന് കാത്തിരിക്കുന്ന ജനങ്ങൾ മുഴുവൻ ഇങ്ങനെ കാത് കുറിപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ തലസ്ഥാനത്തെ വലിയ രീതിയിൽ മാറ്റും എന്ന് നരേന്ദ്രമോദി പറയുന്നുണ്ട്. ഇപ്പോൾ തലസ്ഥാനം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് VV രാജേഷ്. പട്ടിശല്യമാണ്, തെരുവ് നായ ശല്യമാണ് തലസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷയം. അതിലൊക്കെ ഏകദേശം തീരുമാനങ്ങൾ എടുത്ത് മാലിന്യ പ്രശ്നത്തിലൊക്കെ നിർണായകമായ ചില തീരുമാനങ്ങളുമായി VV രാജേഷ് മുന്നോട്ട് കുതിക്കുമ്പോൾ അതിന് കൂടുതൽ പ്രചോദനവും കരുത്തുമേകാനുള്ള ഒരു വരവായിരുന്നു അമിത്ഷാ വന്നത്. അമിത്ഷാ വന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു, ചില കാര്യങ്ങളിൽ പ്ലാനിംഗ് ഒക്കെ നടത്തി, എല്ലാം തീരുമാനിച്ചതിന് ശേഷമാണ് അമിത്ഷാ പോയത്. അതിനുശേഷമാണ് നരേന്ദ്രമോദി വരുന്നത്. തീർച്ചയായിട്ടും മോദിയുടെ വരവ് അത് ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം. മോദി എന്ന് പറയുന്ന ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ CPMകാർക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയും കുരുപൊട്ടലുമാണ്. അതിനപ്പുറം മോദി വന്ന് എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ശബരിമല കൊള്ള പറയും, അഴിമതിയെക്കുറിച്ച് പറയും, തലസ്ഥാനത്ത് 5 വർഷം നടന്ന അഴിമതികളെക്കുറിച്ച്, ആറ്റുകാൽ അമ്മയുടെ പേരിൽ നടത്തിയ അഴിമതിയെക്കുറിച്ച്, പിൻവാതിൽ നിയമനങ്ങളെക്കുറിച്ച്, പാർക്കിങ്ങിലെ അഴിമതികളെക്കുറിച്ച്, കോർപ്പറേഷൻ കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന അഴിമതിയെക്കുറിച്ച്, അങ്ങനെ തലസ്ഥാനത്തെ അഴിമതിയിൽ മുക്കിക്കുളിച്ചിട്ടിരിക്കുകയാണ് ആര്യ രാജേന്ദ്രൻ. ഒരുപക്ഷെ ആര്യ ഇവിടെ നിന്ന് കെട്ടുകെട്ടി കോഴിക്കോട് പോയത് പോലും CPMനകത്ത് തന്നെ ആര്യക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നതാണ്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി കൂടിയപ്പോൾ ആര്യക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നതാണ്. അപ്പോൾ ഇതെല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മോദിയുടെ വരവ് അതൊരൊന്നൊന്നര വരവായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. വേദി നിങ്ങൾ തരികയോ തരാതിരിക്കുകയോ ചെയ്തോ, പക്ഷേ ഞാൻ കേരളത്തിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് നൽകും എന്നുള്ള പ്രഖ്യാപനമായിരിക്കും ഞാൻ അവരോട് നൽകുന്നത്. വെറും വാക്കായിരിക്കില്ല. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുമെങ്കിൽ തൃശ്ശൂരിന് വേണ്ടതെല്ലാം തരുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. സുരേഷ് ഗോപിയെ കേന്ദ്ര സഹമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവന്നാണ് ആ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കി നരേന്ദ്രമോദി കാണിച്ചു കൊടുത്തത്. അതുതന്നെയാണ് തിരുവനന്തപുരത്തും സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, മോദിയുടെ വരവിൽ എന്തൊക്കെ മാറ്റങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ടാകും, തലസ്ഥാനത്തെ ഏത് രീതിയിലേക്കാണ് മോദി മാറ്റാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്.